നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതം തന്നെ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു അറിവാണ്. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. വൈറസുകൾ. നമ്മുടെ ചുറ്റുമുള്ള വൈറസുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മളൊരു മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയും നമുക്ക് തലയിൽ നീരിറക്കം വന്നു, ജലദോഷം വന്നു, പനി വന്നു എന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ നമ്മുടെ ഒരു മഴ കൊള്ളുമ്പോൾ ആ മഴ നമ്മുടെ തല വഴി ഇറങ്ങി നമുക്ക് നീർക്കെട്ട് വരികയല്ല സത്യത്തിൽ ഉണ്ടാകുന്നത്. നമ്മളറിയാതെ നമ്മൾ എവിടെയോ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുന്നേ ആരാണ് അതിൽ യാത്ര ചെയ്യുന്നത് നമുക്കറിയില്ല. അയാൾക്ക് ഒരുപക്ഷെ ജലദോഷം ഉണ്ടായിരിക്കാം. ആ ജലദോഷം അദ്ദേഹം മൂക്കൊക്കെ ഇങ്ങനെ തുടച്ച് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, എന്നിട്ട് ആ കമ്പിയിലൊക്കെ പിടിക്കും, അല്ല ആ സീറ്റിൽ പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവും. നമ്മളറിയാതെ അവിടെ കയറി വരും. എന്നിട്ട് നമ്മളും ഇതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞ് നമ്മളറിയാതെ കണ്ണ് തിരുമ്പോ, മൂക്കിനകത്തൊക്കെ തിരുമ്പോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളതുകൊണ്ട് കൈ കഴുകാതെ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്ന, ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. വൈറസുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരതയൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ബയോളജിക്കൽ ലിറ്ററസി വളരെ കുറവാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വൈറസുകൾക്കൊക്കെ വളരെ സുഗമമായി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പടർന്ന് ഇങ്ങനെ പന്തലിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് വൈറസുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഈ വൈറസുകൾ? വൈറസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതോ അതോ ജീവനില്ലാത്തതോ എന്ന് പോലും ഇതുവരെ ഉറപ്പിക്കാൻ പറ്റാത്ത, എന്നാൽ ജീവൻ്റെ ചില പ്രക്രിയകളെല്ലാം കാണിക്കുന്ന ഒരു ജീവിയാണ്. വളരെ ചെറിയ ജീവി, അതായത് അതിനൊരു കോശം പോലുമില്ല. നമുക്കറിയാം എല്ലാ ജീവികൾക്കും ഒരു കോശമുണ്ട്, അല്ലെ? നമ്മൾക്കൊരു കോശമുണ്ട്. കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ വൈറസിന് എന്തില്ല? കോശമില്ല. കോശത്തേക്കാൾ ചെറിയ ശരീരഭാഗമാണ് അതിനുള്ളത്. അതിനാകെ ഉള്ളത് ഒരു പ്രോട്ടീൻ കോട്ടാണ്. ചില വൈറസുകളിൽ ഒരു ലിപ്പിഡ് കോട്ടും കൂടെ കാണും. അല്ലാതെ വേറെ ഒന്നും അതിനില്ല. പിന്നെ അതിനുള്ളത് ജനിതക ഘടന നിശ്ചയിക്കുന്ന DNA എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു RNA എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറോ മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഇത്രയും ചെറിയ, അതായത് ഒരു അവയവം പോലും ഇല്ലാത്ത, ഒരു കോശം പോലും ഇല്ലാത്ത ഒരു ജീവിക്ക് ചെടികളെയും മറ്റു ജീവികളെയും മനുഷ്യരെയും എല്ലാം തന്നെ ഇൻഫെക്റ്റ് ചെയ്യുകയും അതിനകത്ത് അവരുടെ ശരീരഘടനയെയും അവരുടെ ഓർഗൻസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാക്കി, ആ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് പ്രത്യുൽപാദനം നടത്തി, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് അത് പകരുക വഴി ഇവരുടെ തലമുറകളെ യുഗങ്ങളോളം മനുഷ്യനുണ്ടായതിനും അതിന് മുമ്പത്തെ കാലം മുതൽ തന്നെ വൈറസുകളുണ്ട്. എത്രയോ കാലമായി അവർ നമ്മൾക്കൊപ്പം സഞ്ചരിക്കുന്നു, നമ്മളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആർക്കാണ് ബുദ്ധിയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം. അവർക്ക് തലച്ചോറില്ല, നമുക്ക് തലച്ചോറുണ്ട്. അവർക്ക് കൈയില്ല, കാലില്ല, മൂക്കില്ല, ഒന്നുമില്ല. പക്ഷെ ഇത്രയും ഇൻ്റലിജൻ്റായി മറ്റുള്ളവരിലൂടെ അവരുടെ ജീവിതം നയിക്കുന്ന ഈ കോശമില്ലാത്ത ജീവികളാണ് സത്യത്തിൽ വൈറസുകൾ. ഇനി എങ്ങനെയാണ് ഈ വൈറസുകൾ പകരുന്നത് എന്ന് നോക്കാം. വൈറസുകൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും പരക്കുന്നുണ്ട്. ജലത്തിലൂടെ, വെള്ളത്തിലൂടെ, അതായത് തിളപ്പിക്കാത്ത വെള്ളം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന വൈറസുകളുണ്ട്. ഉദാഹരണമായിട്ട് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു രോഗം വൈറസ് വരുത്തുന്ന ഒരു രോഗമാണ്. അത് പലതരം മഞ്ഞപ്പിത്തമുണ്ട്. വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമുണ്ട്, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വൈറസുകൾ മഞ്ഞപ്പിത്തത്തിൽ തന്നെയുണ്ട്. ഇനി അതുമല്ല, വായുവിലൂടെ ഒരാൾ വന്ന് തുമ്മുകയാണ്. അങ്ങനെ സാധാരണ എപ്പോഴും മഴക്കാലമാകുമ്പോൾ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന രോഗം, അതായത് ഫ്ലൂ എന്ന് പറയുന്ന രോഗം, പനി, മഴക്കാലത്ത് വരുന്ന പനി, ജലദോഷം ഒക്കെ തന്നെ ഫ്ലൂ വൈറസാണ്. പിന്നെ മറ്റു ജീവികളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പേപ്പട്ടി വിഷബാധ എന്ന് പറയുന്നത് റാബീസ് വൈറസാണ്. ഇനി അതല്ല, മറ്റ് ജീവനില്ലാത്ത വസ്തുക്കളിൽ ഈ ഉള്ള അവശിഷ്ടങ്ങൾ ഉണ്ടാകും. വവ്വാലിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പല ആളുകളും രാവിലെ എണീറ്റപ്പോൾ തന്നെ പോയി അടക്ക വറുക്കുന്ന ശീലമൊക്കെ ഉണ്ട് നാട്ടിൻപുറത്തൊക്കെ. അപ്പോൾ ആ അടക്കയിലൊക്കെ നിപ്പ വവ്വാല് വന്നിട്ട് ചപ്പിയിട്ട് അതിൻ്റെ മൂക്ക് എന്ന് പറയില്ലേ, അതിൻ്റെ ആ മേൽഭാഗം വവ്വാലിങ്ങനെ കടിച്ച് അതിൻ്റെ നീരൂറ്റി കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ രാവിലെ പോയിട്ട് തൊട്ടിട്ട്
എന്നിട്ട് നമ്മൾ വല്ല മൂക്കോ നമ്മൾ കണ്ണിലൊക്കെ ചൊറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നിപ്പ വൈറസ് പകരും. അറിയാലോ, വളരെ അപകട സാധ്യതയുള്ളൊരു വൈറസാണ് നിപ്പ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിലൂടെ പകരാം, വായുവിലൂടെ പകരാം, ഇതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളുടെ സർഫസിലൂടെ നമ്മൾ അറിയാതെ തൊടുമ്പോൾ, നമുക്ക് ചിലപ്പോൾ ഒരു കോയിൻ, 1 രൂപ നാണയം തന്നതായിരിക്കാം. ആ നാണയം നമ്മൾ തൊട്ടിട്ട് നമ്മൾ അറിയാതെ തന്നെ മൂക്കിലോ കണ്ണിലോ നമ്മൾ തൊടുമ്പോഴാണ്, ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് പകരാനുള്ള മാർഗം, മൂക്കും കണ്ണും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ വായ വഴിയും പകരാം. ഇതാണ് ഒരു വൈറസ് നമ്മളെ ശരീരത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട മാർഗം. പിന്നീട് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, ഇപ്പോൾ HIV പോലെയുള്ള, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ചില വൈറസുകൾ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയും വരുന്നുണ്ട്. പക്ഷെ വളരെ കോമൺ ആയിട്ട് പരക്കുന്നത് വെള്ളത്തിലൂടെയും വായുവിലൂടെയാണ്. പിന്നെ മറ്റു ജീവികൾ, അതായത് കൊതുക് പോലെയുള്ള ജീവികൾ, ഇപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുന്ന പനി, അത് ഡെങ്കി വൈറസാണ് ഉണ്ടാക്കുന്നത്. അത് കൊതുക് കടിക്കുമ്പോൾ നമ്മളിലേക്ക് പരക്കുന്ന ഒരു വൈറസാണ് ഈ ഡെങ്കി വൈറസ്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഡെങ്കി വൈറസ് എന്ന് പറയുന്നത്. അത് കൊതുകിലൂടെയാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് മറ്റു ജീവികളിലൂടെയും, പക്ഷിപ്പനി അല്ലെ, H1N1 എന്ന് പറയുന്നത്, അത് പക്ഷികളിലൂടെ പകരുന്നതാണ്, പക്ഷിയുടെ മാംസം. പന്നിപ്പനി അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള പനികൾ നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം തന്നെ വൈറസുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ഈ വൈറസുകൾക്ക് എതിരെ പൊതുവെ മരുന്നുകളൊന്നും തന്നെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കൊരു വൈറസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു, വന്നു കഴിഞ്ഞാൽ നമ്മളത് അനുഭവിച്ചേ തീരുള്ളൂ. അതിൻ്റെ എല്ലാ സിംറ്റംസും നമ്മൾ അനുഭവിക്കണം, നമ്മുടെ ശരീരം അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കണം. നിങ്ങൾക്കറിയാം, കൊച്ചുകുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ, അംഗനവാടികളിലൊക്കെ LKGയിലോ UKGയിലോ സ്കൂളിലോ പോകുന്ന കുട്ടികളുള്ളവർക്കറിയാം, കുട്ടികൾ ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ ഇപ്പോൾ അസുഖങ്ങളും കൊണ്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പോൾ ഒരു മൂക്കൊലിപ്പുള്ള ഒരു കുട്ടി ആ ക്ലാസ്സിലുണ്ടായിരിക്കും. ആ കുട്ടി ഈ കുട്ടിയെ തൊടുകയോ ഇവർ തമ്മിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പണ്ട് കാലത്ത് ഇത് കുറവായിരുന്നു. എന്തുകൊണ്ടില്ല? കാരണം അന്ന് നമ്മുടെ പോപ്പുലേഷൻ ഇത്ര മൈഗ്രേഷൻ ഇല്ല, ആളുകൾ യാത്ര ചെയ്യുന്നത് കുറവായിരുന്നു. ഇന്നലെ ബംഗാളിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇന്നിപ്പോൾ കേരളത്തിലെത്തും എന്ന അങ്ങനെയുള്ള അവസ്ഥകളുണ്ട് അല്ലെ. നമ്മുടെ ഇവിടെയുള്ള മൈഗ്രൻ്റ് പോപ്പുലേഷൻ കൂടുതലാണ്. പണ്ട് ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, മിക്സിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലുള്ള ഒരു അണുവിന് ഇവിടെ എത്താൻ വലിയ ദൂരമൊന്നുമില്ല, ഒരു ഫ്ലൈറ്റ് പിടിച്ച് വരുന്നു എന്ന പോലെയുള്ളൂ. അല്ലെങ്കിൽ ചൈനയിലുള്ള ഒരു അണുവിന് ഇവിടെ എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ലോകത്തിൻ്റെ എവിടെയുള്ള അണുക്കൾക്കും എവിടെ വേണമെങ്കിലും എത്താവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഗ്ലോബൽ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ മിങ്കിൾ ചെയ്തു തുടങ്ങി. പണ്ട് അങ്ങനെയായിരുന്നില്ല. ക്ലോസ്ഡ് സിസ്റ്റംസ് ആകുമ്പോൾ ഈ വൈറസുകൾക്കും പരക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ പരിമിതികളില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ തിരിച്ചറിയണമെങ്കിൽ, ഇപ്പോൾ എന്നെ കണ്ടാൽ ഒരാൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ മീശയോ എൻ്റെ മുഖത്തുള്ള ഫീച്ചേഴ്സോ ഒക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ ഒരു വൈറസിനെ തിരിച്ചറിയാൻ അതിൻ്റെ പുറത്ത് കാര്യമായ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ മേലെയുള്ള സ്ട്രക്ചേഴ്സിന് ഇവരിടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഷേപ്പ് ആദ്യം കൂർത്തതാണെങ്കിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പരന്ന മൂക്കാവുകയാണെങ്കിൽ ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതേ കാര്യമാണ് വൈറസ് ചെയ്യുന്നത്. അതിൻ്റെ ശരീരത്തിൻ്റെ പുറം ഭാഗത്തുള്ള പ്രോട്ടീൻസിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഇവരിടയ്ക്ക് മാറ്റും. അപ്പോൾ നമുക്കൊരിക്കലും ഇവനെ കണ്ടുപിടിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വൈറസുകൾക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചാൽ, നമുക്കാകെ ചെയ്യാൻ പറ്റുക ഇവരുടെ ട്രാൻസ്മിഷൻ, അതായത് ഇവർ പകരുന്നത് തടയുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിന് ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും സേഫ് ആയിരിക്കുക. നമ്മളിതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പകരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ മൂക്കൊലിപ്പുള്ള ഒരാൾ തൊട്ട സാധനം തൊട്ടിട്ട് നമ്മൾ മൂക്കിലേക്കോ കണ്ണിലേക്കോ വരയ്ക്കരുത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിന് വളരെ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. ഈ അറിവ് നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവിതം രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം അതിൽ നമ്മൾ അഥവാ അങ്ങനെ തൊടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും സാനിറ്റൈസ് ചെയ്യുക. അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ട്, സോപ്പ് നല്ല കാരം, ആൽക്കലൈൻ ആയിരിക്കണം. പല സോപ്പുകളും, പുതിയ മോഡേൺ സോപ്പിലൊന്നും അത്ര കാരമില്ലാത്ത സോപ്പുകളൊക്കെ ഉണ്ട്. പഴയ അലക്ക് സോപ്പൊക്കെ നല്ല കാരമാണ്. അപ്പോൾ ആൽക്കലൈൻ മീഡിയത്തിൽ ഇത് വൈറസ് ന്യൂട്രലൈസ് ആവും. അതുപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുകയാണെങ്കിൽ 70% മേലെയുള്ള ആൽക്കഹോൾ ഉപയോഗിക്കുകയാണെങ്കിലും വൈറസ് എന്തായി പോകും? ഡീനേച്ചറായി പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും. അതിന് പിന്നീട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണ്. നമ്മൾ എവിടെയെങ്കിലും തൊട്ടുപോയാലും നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ
നമ്മളെ സാനിറ്റൈസ് ചെയ്യുക എന്ന് പറയും. നമ്മുടെ ആ കൈയോ ഒക്കെ തന്നെ സാനിറ്റൈസ് ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് നമ്മൾ ഇപ്പം നമുക്ക് സംശയമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ഇടുക. ഒരു ഗുഹയിലേക്ക് പോവുകയാണ്, അവിടെ വവ്വാലുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ വവ്വാലിൽ നിന്ന് ഒരു രോഗം നമുക്ക് പകരാതിരിക്കാൻ നമ്മൾ ഏറ്റവും നല്ല എന്താണ്, നമ്മളെ മുഖം മൂക്ക് മറച്ച് വെച്ചുകൊണ്ട് നമ്മൾ പോവുക. അപ്പോൾ ആ ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം അറിവാണ്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ തടുക്കാനുള്ള മെത്തേഡ്സ് വളരെ ഈസിയാണ്. അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് തിളപ്പിച്ച ശേഷം കുടിക്കാം. ഒരു 40 ഡിഗ്രിക്ക് മേലെ ചൂടുണ്ടായി കഴിഞ്ഞാൽ വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അത്ര സിമ്പിളാണ്. അപ്പോൾ ഇത്രയും അറിവുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ സ്കൂളുകളിൽ പകർച്ച ഇങ്ങനെ ഫ്ലൂ ഇങ്ങനെ കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് ഇങ്ങനെ പകർന്ന് ചിലരൊക്കെ പറയും ഇവർക്ക് പ്രതിരോധ ശക്തി വേണ്ടേ എന്ന് പറയും. ഈ ലോകത്തുള്ള എല്ലാ രോഗങ്ങളും നമ്മുടെ കുട്ടികളിൽ വരണമെന്ന് നിർബന്ധമുണ്ടോ? അതില്ല. അത് നാച്ചുറലി അവിടെ ലോക്കൽ പോപ്പുലേഷനിലുള്ള രോഗങ്ങൾ മാത്രം മതി നമുക്കെന്തിനാണ് ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ ചൈനയിലോ ഉള്ള രോഗങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് വൈറസുകളുണ്ട്. ഇതെല്ലാം കൂടെ അനുഭവിക്കാൻ തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കി എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ വൈറസിനെയും കൊണ്ട് അനുഭവിച്ചിട്ടേ ഞാൻ പോകും എന്നൊരു വാശിയൊന്നും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സേഫ് ആയിരിക്കുക, നമ്മളെയും നമ്മുടെ കൂടെയുള്ളവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ ഒരു ബയോളജിക്കൽ ലിറ്ററസിയാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. എന്താ പറയുക, ജൈവപരമായ സാക്ഷരത. ഇത് വളരെ പ്രധാനമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.